പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ദൈവത്തിലേക്കാണ്. അഭിഷിക്തന്മാരെ ബഹുമാനിക്കണം, കള്ള അഭിഷിക്തന്മാരല്ല. യഥാർത്ഥ അഭിഷിക്തൻ അവൻ ഉയർത്താൻ ഒരൊറ്റ പേരേ കാണുകയുള്ളൂ, യേശുവിൻ്റെ പേര്. അവന് പ്രസംഗിക്കാൻ ഒരൊറ്റ പേരേ കാണുകയുള്ളൂ, യേശുവിൻ്റെ നാമം. ഞാൻ പ്രവാചകനെങ്കിൽ, ഞാൻ പ്രവാചകനെ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അയാൾക്ക് തന്നെ ഉറപ്പില്ല താൻ പ്രവാചകനാണോ ആണോ എന്ന്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവ് നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാം. അത് ദൈവം എങ്ങനെ നമ്മുടെ മേൽ പകരാൻ ശക്തനാണ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, തൻ്റെ ആത്മാവിനെ പകരാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പകർന്നിരിക്കും. ചിലപ്പോൾ ഒരു കൈവയ്പിലൂടെ ആകാം, ചിലപ്പോൾ ഒരു പ്രാർത്ഥന യോഗത്തിലിരിക്കുമ്പോഴാകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തിൻ്റെ അനുസരണയോടെ, വാഞ്ചയോടെ ദൈവസന്നിധിയിൽ നമ്മൾ നിൽക്കുന്നെങ്കിൽ നമ്മളുടെ ബുദ്ധിക്ക് അപ്പുറമായി ദൈവം പ്രവർത്തിക്കും. ദൈവം ചില യഥാർത്ഥ അഭിഷിക്തന്മാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു ദൈവത്തിൻ്റെ അഭിഷിക്തൻ പ്രാർത്ഥിക്കുന്ന ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടു. ലോകപ്രശസ്തനായ ഒരു ദൈവദാസൻ അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ ഒരാളുടെ ശിരസിന്മേൽ കൈവച്ചിട്ട് കർത്താവേ, അദ്ദേഹം പറഞ്ഞു, എന്നിലുള്ള നല്ല സ്വഭാവങ്ങളും നല്ല ദൈവത്തിൻ്റെ കൃപാവരങ്ങളും ഈ സഹോദരൻ്റെ മേൽ പകരണമേ കർത്താവേ. ആ പ്രാർത്ഥന എനിക്ക് ഇഷ്ടമായി. കർത്താവ്, എന്നിലുള്ള നല്ലതെല്ലാം ഈ മകൻ്റെ മേൽ പകരണമേ കർത്താവേ. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, അഭിഷിക്തന്മാരുടെ കൈവയ്പ്പുകൾക്കായി സ്തോത്രം. ദൈവത്തിന് മഹത്വം. നോക്കുക, ഇവിടെ പറയാണ് നീ മാനസാന്തരപ്പെടണം. പക്ഷെ ഇവൻ മാനസാന്തരപ്പെട്ടോ? എന്താ സംഭവിച്ചത്? നിനക്ക് ഹൃദയം ദൈവത്തിന് നേരുള്ളതല്ല, നീ മാനസാന്തരപ്പെടണം, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ശിമോൻ പ്രാർത്ഥിച്ചതായിട്ടൊന്നും അവിടെ കാണുന്നില്ല. പിന്നെന്താ? അതിൻ്റെ 23-ാം വാക്യം, നീ കൈപ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്ക് ഭവിക്കാതിരിപ്പാൻ കർത്താവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് ഉത്തരം പറഞ്ഞു. അയാൾ പ്രാർത്ഥിച്ചുമില്ല, മാനസാന്തരപ്പെട്ടുമില്ല. പിന്നെ എന്തു പറഞ്ഞു? നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി? നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്ക് ഭവിക്കാതിരിക്കാൻ, ഞാൻ നശിച്ചു പോകാതിരിക്കാൻ പ്രാർത്ഥിക്കണം. ചിലരൊക്കെ ഇങ്ങനെ വേണ്ടിയിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ വരുന്നത്. എത്ര കേട്ടാലും ആഴമായൊരു സ്പർശനം അവർക്കുണ്ടാകുന്നില്ല, മാനസാന്തരം വരുന്നില്ല. പകരം അവർ പ്രാർത്ഥിക്കാൻ നടക്കുകയാണ്. ശിമോനോട് പറഞ്ഞു നീ മാനസാന്തരപ്പെടണം. പക്ഷെ അദ്ദേഹം പറയുകയാണ്, ഈ പറഞ്ഞതൊന്നും എനിക്ക് ഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുക. മാനസാന്തരം ഒരുപാട് പേര് പ്രാർത്ഥിക്കാൻ വരുന്നത് കൊണ്ടാണ്. പണവും കൊണ്ട് വന്നോളും, നമ്മൾ പ്രാർത്ഥിച്ച് അനുഗ്രഹം കൊടുക്കണം. മാനസാന്തരപ്പെടാൻ പറഞ്ഞാൽ അങ്ങനെ ആരും പറയാൻ തന്നെ മടിക്കും. കാരണം പിന്നെ ഈ പൈസ കിട്ടില്ല. മാനസാന്തര സന്ദേശം പറഞ്ഞാൽ പിന്നെ സ്റ്റേജ് കിട്ടത്തില്ല. ദൂതുകൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ നിനക്ക് ഒരുപാട് സ്റ്റേജുകൾ കിട്ടും. വചനം പറയണം. എന്താ? 12-ാം വാക്യത്തിൽ വന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്താണ് ഇദ്ദേഹം അവിടെ ഉണർവുണ്ടാകാൻ കാരണം? 12-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, എന്നാൽ ദൈവരാജ്യത്തെയും യേശു ക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചു. അതിന് മുകളിൽ അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇരിക്കുന്നു ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ. 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു ഫിലിപ്പോസ് ശമര്യ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് പ്രസംഗിച്ചത് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. എനിക്കറിയാം അപ്പോസ്തലപ്രവൃത്തി 1:8 എന്നിലൂടെ നിറവേറുന്നത്, ദൂതാണ് എന്നിലൂടെ നിറവേറുന്നത്. അത് തനിക്കറിയാം, തനിക്ക് ആ ബോധ്യമുണ്ട്. പക്ഷെ താൻ പോയി പ്രസംഗിച്ചത് അവിടെ യേശുവിൻ്റെ നാമത്തെ പ്രസംഗിച്ചു, ക്രിസ്തുവിനെ പ്രസംഗിച്ചു, ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു, ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സുവിശേഷം പ്രസംഗിച്ചു. പ്രൈസ് ദി ലോർഡ്. അഭിഷിക്തന്മാർക്ക് ദൈവം കൊടുത്ത ദൂതിനെക്കുറിച്ച് ബോധമുണ്ടായിരിക്കണം, പ്രവചനങ്ങളെക്കുറിച്ച് ബോധമുണ്ടായിരിക്കണം, വാഗ്ദത്തങ്ങളെക്കുറിച്ച് ബോധമുണ്ടായിരിക്കണം. അത് ദൈവം എൻ്റെ ജീവിതത്തിൽ നിറവേറ്റുന്നതാണെന്ന് ബോധമുണ്ടായിരിക്കണം. പക്ഷെ പ്രസംഗിക്കുന്നത് ആ കർത്താവായ യേശുവിനായിരിക്കണം. വിശ്വാസത്തിൽ ഉറപ്പിക്കലിന് വേണ്ടി പറയാം, കർത്താവ് പറഞ്ഞ വചനങ്ങൾ നിറവേറുന്ന കാലമാണിത് എന്ന് പറഞ്ഞ് ദൂത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ജനങ്ങളുടെ അടിസ്ഥാനം ദൂതിലായി പോകും, വചനത്തിന് പ്രാധാന്യം കൊടുക്കാതെ പോകും. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ വായിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നു, അവർ വചനം കൈക്കൊണ്ട് സ്നാനമേറ്റു. കാരണം അവർ വചനം പ്രസംഗിച്ചു. അവർ വചനം പ്രസംഗിച്ചു. ഫിലിപ്പോസ് വചനം പ്രസംഗിച്ചുകൊണ്ട് വചനം കൈക്കൊണ്ട് വിശ്വസിച്ചു. ദൂതുകൾ ആവശ്യമാണ്, പ്രവചനങ്ങൾ ആവശ്യമാണ്. ആത്മീയവർദ്ധനവിന് വേണ്ടി പ്രവചനം വേണം. നമ്മുടെ ആശ്വാസത്തിന് വേണ്ടി പ്രവചനം വേണം. ദൈവത്തിൽ നിന്ന് ഒരു ആലോചനയ്ക്കായി, ഒരു എക്സോട്ടേഷൻ, ഒരു പ്രബോധനത്തിന് വേണ്ടി ദൈവത്തിന്റെ പ്രവചനം വേണം 100%. പക്ഷെ അടിസ്ഥാനം ദൈവവചനമാണ്. അടിസ്ഥാനം ഇളകിയാൽ നീതിമാൻ എന്ത് ചെയ്യും? എന്തും ചെയ്യും, എന്തും ചെയ്യും, എന്തും പറയും, എന്ത് കോപ്രായവും കാണിക്കും. നമ്മുടെ അടിസ്ഥാനം പ്രവചനങ്ങളിലല്ല, നമ്മുടെ അടിസ്ഥാനം ക്രിസ്തു എന്ന പാറയിലാണ്, അവൻ്റെ വചനത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. പ്രവചനങ്ങൾ നമ്മളെ പോഷിപ്പിക്കാൻ, നമ്മളെ ആത്മീക മൂല്യമുണ്ടാക്കാൻ, നമ്മളെ ജ്വലിപ്പിക്കാൻ ദൈവം തന്നിരിക്കുന്നു. അതുകൊണ്ട് പ്രവചനങ്ങൾക്കായി സ്തോത്രം. ചിലപ്പോൾ മനസ്സ് തളർന്നിരിക്കുമ്പോൾ ഒരു ദൈവദാസൻ വന്നിട്ട് പറയും, ബ്രദർ ഈ കാര്യം ചെയ്യണം. ഇന്നലെ ഞാൻ
ഒരു ദൈവത്തിൻ്റെ അഭിഷിക്തനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞു, അദ്ദേഹം എല്ലാം കേട്ടുവരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദർ ചെയ്യാൻ പോകുന്ന ഈ കാര്യങ്ങൾ എനിക്ക് ഒരു പീസ്ഫുൾ മണ്ടല്ല, ഒരു പീസ്ഫുൾ മൈൻഡ് വരുന്നില്ല, പക്ഷെ താങ്കൾ ഇത് ചെയ്യുക. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സംസാരിച്ച ശേഷം ഞാൻ പോയിരുന്നു പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം പറയാണ്, എനിക്ക് മനസ്സിനകത്ത് ദൈവം തന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രേരണ ഇതാണ്, താങ്കൾ ഇത് ചെയ്യുക, മറ്റേതിനല്ല ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അദ്ദേഹം പറഞ്ഞ ആ കാര്യത്തിനുവേണ്ടി ഞങ്ങൾ എത്രയോ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഞാനും ജേക്കബ് ബ്രദറും ഒക്കെ ചേർന്ന് വർഷങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഈ ദേവദാസൻ ഇന്നലെ എന്നോട് പറഞ്ഞത്, ഈ കാര്യം ചെയ്യുക. എനിക്കൊരു കൺഫർമേഷനാണ്. ഞാൻ പറഞ്ഞു, യെസ് ബ്രദർ, യെസ്, ഞങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കും. ഞാൻ അതിനുവേണ്ടി സ്റ്റെപ്പ് ഇന്നലെ മുതൽ വെച്ചു തുടങ്ങി. ഹല്ലേലൂയ. കാരണം ചില സമയങ്ങൾ ദൈവം നമ്മോട് സംസാരിക്കും. കാരണം ദൈവത്തിന് ചിലത് ആക്കിച്ചു തരാനുണ്ട് നമ്മളോട്. ചിലപ്പോൾ അങ്ങനെ ദൈവം സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാമോ, ഇദ്ദേഹം പറഞ്ഞത് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു. ഫിലിപ്പോസിൻ്റെ കഴിഞ്ഞകാല ശുശ്രൂഷകളെക്കുറിച്ചല്ല. എവിടെ ഒരു അഭിഷിക്തൻ പോയാൽ അദ്ദേഹത്തിന് പറയാനുണ്ടെങ്കിൽ യേശുവിനെ മാത്രമേ കാണൂ. കാരണം നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം വായിച്ചു നോക്കുക. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളിൽ ഒന്ന് യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കും. നമ്മളിലൂടെ ദൈവം ചെയ്ത പ്രവൃത്തികളെ പറയാം. യേശുവിൻ്റെ നാമ മഹത്വത്തിന്, വിശ്വാസികളുടെ വിശ്വാസ വർധനവിനും ഉറപ്പിനുമായി പറയാം. അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ മഹത്വം നമ്മൾ കൊടുക്കുന്നത് കർത്താവിന് കൊടുക്കാനായിരിക്കണം, യേശുവിന് കൊടുക്കാനായിരിക്കണം. ഇവർ ദൈവവചനം പറഞ്ഞു, പ്രസംഗിച്ചു, കടന്നുപോയി. 25-ാമത്തെ വാക്യം ഒന്ന് പെട്ടെന്ന് വായിച്ചാട്ടെ. 25-ാമത്തെ വാക്യം. ഇവർ കർത്താവിൻ്റെ വചനം, ആരാണെന്ന് അറിയുമോ? ഇവർ പത്രോസ് യോഹന്നാനും കർത്താവിൻ്റെ വചനം സാക്ഷീകരിച്ചും പ്രസംഗിച്ച ശേഷം ശമര്യക്കാരുടെ അനേകം ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ചുകൊണ്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി ആ വാക്യം. ഫിലിപ്പോസ് പോയി യേശുവിനെ പ്രസംഗിച്ചു, യേശു നാമത്തുള്ള സുവിശേഷം പ്രസംഗിച്ചു, ദൈവരാജ്യത്തെ പ്രസംഗിച്ചു. ദൈവരാജ്യം എങ്ങനെ വരുമെന്നറിയോ? കർത്താവ് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. എങ്ങനെ വരുമെന്നറിയോ? ദൈവം എൻ്റെ രാജാവെന്ന് അംഗീകരിക്കുന്നതിൻ്റെ മേൽ ദൈവരാജ്യം വരും. ദൈവത്തിന് എൻ്റെ ഭരണത്തെ ഞാൻ ഏൽപ്പിക്കുമ്പോൾ അവിടെ ദൈവരാജ്യം വരും. എൻ്റെ രാജാവ് ദൈവമാണ്, എൻ്റെ കർത്താവ്, എൻ്റെ പ്രഭു അവനാണ്, എൻ്റെ ഭരണം അവനാണെന്ന് ഒരു വ്യക്തി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ഒരു കൂട്ടം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ഒരു കുടുംബം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ ദൈവരാജ്യം വരും. അത് ഭക്ഷണവും പാനീയവുമല്ല, പരിശുദ്ധാത്മാവിൽ സന്തോഷമത്രേ, നീതിയത്രേ, സമാധാനമത്രേ. ഹല്ലേലൂയ. ദാറ്റ് ഈസ് റിയൽ റിവൈവൽ. ഹല്ലേലൂയ. കർത്താവ് പ്രാർത്ഥിക്കാൻ പറഞ്ഞതും അത് തന്നെ. നിന്റെ രാജ്യം വരണമേ. വരും, പൂർണ്ണമായും വെളിപ്പെടും. ഇന്ന് നമ്മിൽ ആ രാജ്യം വെളിപ്പെടാൻ അവനെ രാജാവായി നമ്മൾ സ്വീകരിക്കണം. ഇവിടെ അത്ഭുതങ്ങൾ നടക്കുകയാണ്. അപ്പോസ്തലന്മാർ വന്നു, കൈവച്ചു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ഒരുത്തൻ മാനസാന്തരമില്ലാതെ കള്ളം കാണിച്ചു വന്ന് അവനോട് ശക്തമായ ദൂത് പറഞ്ഞു. എന്നിട്ട് പത്രോസും യോഹന്നാനും ചെയ്തതാണ് 25-ാം വാക്യം. അവർ കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചും സാക്ഷിച്ചും കൊണ്ട് ശേഷം ശമരിയിലുള്ള പല പട്ടണങ്ങളിലും പോയി അവർ സുവിശേഷം അറിയിച്ചിട്ട് മടങ്ങിപ്പോയി. കണ്ടോ, പത്രോസ് യോഹന്നാനും വന്നപ്പോഴും പറയാനുണ്ടായിരുന്നത് വേറൊന്നുമല്ല, കർത്താവിൻ്റെ വചനം. കർത്താവിൻ്റെ വചനം, അതാണ് ശരിക്കുള്ള അഭിഷേകത്തിൻ്റെ അടയാളം, ഉണർവിൻ്റെ അടയാളം. ദൈവവചനം പ്രസംഗിക്കുമ്പോൾ വചനം ജനം കേൾക്കും, വചനം വിശ്വസിക്കും, വചനത്തിൽ ഉറയ്ക്കും. എനിക്ക് ഈ സന്ദേശം തീർന്നില്ല, ഞാൻ നിർത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്.